ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരിക്കേസിൽ കുടുക്കിയ പ്രതി നാരായണദാസ് ഒളിവിലാണ്. പ്രതിയെ പിടികൂടാനായി എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ തൃപ്പൂണിത്തുറ എരൂരിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായിട്ടുള്ളത്. സഹിൻ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ഏറെ ആശ്ചര്യപ്പെടുത്തിയ, അത്ഭുതപ്പെടുത്തിയ കേസുകളിലൊന്നാണ് ഷീല സണ്ണിയുടേത്. നിരപരാധിയായ ഒരു സ്ത്രീ ജയിൽവാസം അനുഭവിക്കുക, പുറത്തു വന്നതിന് ശേഷം അവരുടെ നിരപരാധിത്വം അവർ തന്നെ തെളിയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മറിയുക എന്നുള്ളതെല്ലാം വളരെ വിചിത്രമായിട്ടുള്ള കാര്യമായിരുന്നു. അതിൻ്റെ അകത്ത് നിർണായകമായ പങ്കുവഹിച്ച ഒരു കുറ്റവാളിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണല്ലോ വിവരങ്ങൾ. അത് മാത്രമല്ല ലാല, ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ഒരു ലഹരി കൊട്ടേഷൻ എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. മുൻപ് ഈ ഗുണ്ടകളൊക്കെ കൊട്ടേഷൻ എടുത്തിരുന്നത് അടിയും ഇടിയുമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുതിയ തരത്തിലുള്ളൊരു കൊട്ടേഷൻ, അതായത് എതിരാളിയുടെ എവിടെയെങ്കിലും വസ്ത്രത്തിലോ വാഹനത്തിലോ അവരുടെ വീട്ടിലോ എവിടെയെങ്കിലും ലഹരി ഒളിപ്പിച്ചു വെച്ച് അവരെ പോലീസിനെ കൊണ്ടോ എക്സൈസിനെ കൊണ്ടോ പിടിപ്പിക്കുക. അതിനുശേഷം അവരെ കുറ്റക്കാരായി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുക. അത്തരത്തിലുള്ള ഒരു കൊട്ടേഷൻ സംസ്ഥാനത്ത് നടത്തിയത് ആദ്യത്തെ ഒരു ലഹരി കൊട്ടേഷൻ എന്ന് ഇതിനെ പറയേണ്ടി വരും. കാരണം ഈ ലഹരി MDMA പോലുള്ള ലഹരി മരുന്നുമായി പിടികൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായും വേറെ ചോദ്യങ്ങളൊന്നുമില്ല, അവർ ജയിലിൽ പോവുക, പിന്നീട് പുറത്തിറങ്ങിയിട്ട് നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതാണ്. അത് ഷീല സണ്ണിയുടെ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഷീല സണ്ണിയുടെ കേസിൽ ഒരുപക്ഷെ ഭാഗ്യം അവരോടൊപ്പമായിരുന്നു, ഷീല സണ്ണിയോടൊപ്പമായിരുന്നു. കൂടാതെ അവർക്കതിനുള്ള തെളിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ നിരപരാധിത്വം എത്രയും വേഗത്തിൽ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ആ കേസിൽ മുഖ്യ പ്രതിയായിട്ടുള്ള നാരായണദാസ് ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ്. നാരായണദാസിനെ കണ്ടെത്താനുള്ളൊരു നീക്കം എക്സൈസിൻ്റെ ക്രൈംബ്രാഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. നാരായണദാസിനോട് 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു നടപടികളിലേക്കൊക്കെ ഹൈക്കോടതി പോയതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇന്നലെ ഇയാളുടെ എരൂരിലെ വീട്ടിൽ എക്സൈസ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇയാളെ പിടികൂടാനായിട്ട് ഇവർ ഇപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തിറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രതി പിടികൂടാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് എക്സൈസും ക്രൈംബ്രാഞ്ചും.